ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് റീറ്റെയിൽ ഫുട്വെയർ സെക്ടറിനെ പറ്റിയിട്ടാണ്. ഇതിപ്പോൾ സംസാരിക്കാനുള്ള റീസൺ എന്താണെന്ന് നോക്കിയാൽ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് വളരെ മോശമായിട്ട് കിടന്ന ഒരു സെക്ടറായിരുന്നു ഇവിടുത്തെ മെയിൻ പ്ലേയേഴ്സ് എല്ലാം. അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ ചെറിയ രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനകത്ത് ഒരു സ്റ്റോക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്തൊരു ഫൈനാൻഷ്യൽ ഇയറിലേക്ക് നല്ല ഗൈഡൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നി. കാരണം നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നില്ല, ഒരു സ്റ്റോക്കിന്റെ പെർഫോമൻസ് മാറുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന്റെ ഫിഗേഴ്സ് ഒക്കെ ഇമ്പ്രൂവ് ആവുന്ന സമയത്ത് അത് ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് വരാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ അത് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ടറായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സെക്ടർ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്ക് ഞാൻ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് അല്ല, കഴിഞ്ഞ ആഴ്ചയായിരുന്നു മാനേജ്മെന്റ് കമ്മിറ്റിയൊക്കെ വന്നിരുന്നത്. ആ ഒരു സമയത്താണ് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടിയത് അടുത്തൊരു ഫൈനാൻഷ്യൽ ഇയറിലേക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ടറിനെ പറ്റിയിട്ട് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് കുറച്ച് മോശമായിട്ട് പെർഫോം ചെയ്ത ഒരു സെക്ടറാണ്. മൊത്തത്തിൽ ഇന്ത്യയിലെ റീറ്റെയിൽ ഫുട്വെയർ ഇൻഡസ്ട്രി നോക്കിയാൽ ഏകദേശം 8-10% ഗ്രോത്ത് വന്നിട്ടുണ്ട്. പക്ഷേ സെയിം ടൈമിൽ ഈ ഒരു സെക്ടറിലെ മേജർ പ്ലേയേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകളെ നോക്കിയാൽ അവർക്ക് ആ ഒരു ഗ്രോത്ത് അവർക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല. പ്രത്യേകിച്ച് ഇവിടുത്തെ ഓർഗനൈസ്ഡ് പ്ലേയേഴ്സിന് ആ നല്ല രീതിയിൽ ആ ഒരു ഗ്രോത്തിനെ അവർക്ക് അവരുടെ ബിസിനസ് ആക്കി മാറ്റാനായിട്ട് പറ്റിയിരുന്നില്ല. ഇത് ഞാൻ നേരത്തെ പറയുന്ന ഒരു കാര്യമാണ്. ഒരു സെക്ടറിൽ ഗ്രോത്ത് ഉണ്ടായ പോരാ, ആ സെക്ടറിലെ കമ്പനികൾ അല്ല ബിസിനസ്സുകൾ ആ ഒരു ഗ്രോത്തിനെ അവർക്ക് മാക്സിമം ആയിട്ട് അവരുടെ ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റണം. അതല്ലാതെ അവിടെ സെക്ടറിൽ ഗ്രോത്ത് വന്നുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കിന് പ്രത്യേകിച്ച് ബെനിഫിറ്റ് കാര്യങ്ങളൊന്നും കിട്ടില്ല. അതിന്റെ കൃത്യമായിട്ടുള്ള എക്സാമ്പിൾ ആണ് ഈ ഒരു സെക്ടർ എന്ന് പറഞ്ഞാൽ. കാരണം 8-10% ഒരു ഇൻഡസ്ട്രിയിൽ ഗ്രോത്ത് വരിക എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഗ്രോത്ത് ആണ്. അപ്പോൾ അവിടെ ഒരു കമ്പനികൾക്കൊക്കെ 15-20% സുഖമായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. പക്ഷെ ആ ഒരു സമയത്ത് ഇവിടുത്തെ മേജർ ആയിട്ടുള്ള പ്ലേയേഴ്സ് ഒക്കെ നോക്കും. നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കുന്ന സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ബാറ്റയുണ്ട്, അല്ലെ മെട്രോ ബ്രാൻഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ റിലാക്സോ ഉണ്ട്, ക്യാമ്പസ് ഉണ്ട്, റെഡ് ടേപ്പ് ഉണ്ട്. ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ എല്ലാ കമ്പനികളെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. ഇതിനകത്ത് ആരാണ് ഇപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്തായിരുന്നു നോക്കി കഴിഞ്ഞാൽ കോവിഡിന്റെ സമയത്ത് എന്തായാലും ഒരു സെക്ടറിനെ നല്ല രീതിയിൽ അഫക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ആൾക്കാർക്ക് പുറത്തു പോകാൻ പർച്ചേസ് ചെയ്യാനൊന്നും പറ്റാത്തൊരവസ്ഥയായി. പിന്നീട് ആൾക്കാർ ഈ കൊമേഴ്സ് ത്രൂ ആയിട്ട് പർച്ചേസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയും അതിനുശേഷമുള്ള 1-2 വർഷം നോക്കിയാൽ അത്യാവശ്യം നല്ല ഗ്രോത്ത് ഈ സെക്ടറിലെ സ്റ്റോക്കുകളിലൊക്കെ കാണാൻ പറ്റും. കാരണം ഓൾറെഡി അവരുടെ ബേസ് കാര്യങ്ങളൊക്കെ താഴേക്ക് പോയിരുന്നു. അതിനുശേഷം നോക്കി കഴിഞ്ഞാൽ ഈ ഒരു സെക്ടറിൽ മൊത്തത്തിൽ ഇവർക്ക് ഒരു ഉദ്ദേശിച്ച രീതിയിൽ ഇവർക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല, മേജർ ആയിട്ടുള്ള കമ്പനികൾക്കല്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ സെയിൽസിൽ ഗ്രോത്ത് വരാതിരുന്നതുകൊണ്ട് തന്നെ ഈ കമ്പനികളുടെ എല്ലാ ഇൻവെന്ററി കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവർ റീറ്റെയിലിൽ നിൽക്കുന്ന കമ്പനികളായതുകൊണ്ട് തന്നെ ഇവരുടെ സ്റ്റോക്ക് ഇവർക്ക് എന്തായാലും ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവരുടെ ഫാഷൻസും അല്ല ട്രെൻഡ് കാര്യങ്ങളൊക്കെ ഔട്ട് ആവും അവർ എത്രയും പെട്ടെന്ന് സെല് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഇൻവെന്ററി കൂടുന്ന സമയത്ത് ഡിസ്കൗണ്ടിൽ ഇത് സെല് ചെയ്യേണ്ടതായിട്ട് വരും. ആ രീതിയിൽ നോക്കുമ്പോൾ ഇവർക്ക് ഒരു വർഷത്തിൽ ഇവരുടെ സെയിൽസ് ഗ്രോത്ത് കാര്യങ്ങളൊക്കെ കുറയും. അടുത്ത വർഷങ്ങളാകുമ്പോൾ ഇവർക്ക് സെയിൽസ് ഗ്രോത്ത് കാര്യങ്ങൾ വരുത്താനായിട്ട് പറ്റുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഡിസ്കൗണ്ട് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് കൂടുതലായിട്ട് ഇവർക്ക് സെല് ചെയ്യാനായിട്ട് വരും. പക്ഷേ ഇവരുടെ മാർജിൻ കാര്യങ്ങളെല്ലാം ഈ മേജർ ആയിട്ടുള്ള കമ്പനികളെല്ലാം അഫക്ട് ചെയ്യും. ഇവരുടെ പ്രോഫിറ്റിലൊക്കെ ഡീ ഗ്രോത്തും അല്ലെങ്കിൽ നെഗറ്റീവ് ഗ്രോത്തും അങ്ങനത്തെ ആ ഒരു രീതിയിലേക്ക് ഇവരുടെ പ്രോഫിറ്റും അല്ലെങ്കിൽ ഇവരുടെ പെർഫോമൻസ് എല്ലാം മാറിപ്പോയിരുന്നു മേജർ ആയിട്ടുള്ള പ്ലേയേഴ്സിന്റെ എല്ലാം. അതിനുശേഷം നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു 1-2 ക്വാർട്ടർ നോക്കി കഴിഞ്ഞാൽ, 1-2 അല്ല ഒരു 3 ക്വാർട്ടറായിട്ട് നോക്കി കഴിഞ്ഞാൽ ഒരുമാതിരി കമ്പനികളിലൊക്കെ ചെറിയ രീതിയിൽ റിക്കവറി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് കാണാനായിട്ട് പറ്റും.